ഇനിയിപ്പോ നമ്മുടെ ഉള്ള സ്നേഹമെല്ലാം മോക്ക് തന്നെ അങ്ങ് കൊടുക്കാം. താഴെ ഒരു ആൺകൊച്ചാ ജനിക്കുന്നെങ്കിലേ അവൻ വളർന്നു വന്ന ഏത് രീതിയിലൊക്കെ ആവുമെന്ന് പറയാൻ പറ്റില്ല. പെൺകൊച്ചുങ്ങളാണെന്നുണ്ടെങ്കിൽ അച്ഛനെയും അമ്മയും സ്നേഹിച്ചൊക്കെ അങ്ങ് മുമ്പോട്ട് പോയിക്കോളൂ. ഇന്നത്തെ കാലത്തപ്പോ ആൺകുട്ടികൾ ഒരു ഭാരമായി മാറി അല്ലേ? വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരൊക്കെ അങ്ങനെയാ പറയുന്നത്. ആൺകുട്ടികൾ ഇപ്പോ കുടുംബത്തിനൊരു ബാധ്യതയാണെന്ന് നമ്മൾ ഏറെക്കുറെ കണ്ടുവരുന്നതും അങ്ങനെ തന്നെയല്ലേ. പിന്നെ അച്ഛനമ്മമാരുടെ ഭാഗത്തും കുറച്ച് സ്വാർത്ഥതയൊക്കെ ഉണ്ട്. എല്ലാം വിറ്റുപറക്കി പിള്ളേരുടെ കല്യാണം നടത്തരുത്. അവരുടെ കല്യാണ ശേഷവും ജീവിക്കാനുള്ളത് കരുതി വെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തിട്ടാണെങ്കിലും ആരെങ്കിലും സഹായത്തിന് വയ്ക്കാൻ പറ്റും, മക്കൾ നോക്കില്ലെങ്കിലും. അത് നേരെ. അല്ല പവിത്രേ, ഉണ്ണിക്ക് കുഞ്ഞു ജനിക്കുമെന്ന് ഡോക്ടർ ജീവൻ തന്ന ഉറപ്പ് അതേപടി നിലനിൽക്കുവോ? വെറുതെ ഒന്നും കാർത്തൂന്റെ അച്ഛൻ അങ്ങനെ പറയില്ലല്ലോ. അങ്ങേരെ പോയി എല്ലാവർക്കും സ്വസ്ഥമായിട്ട് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ത് നന്നായനെ. ഇപ്പോ ഒളിച്ചും പാത്തും അല്ലേ പോകാൻ പറ്റൂ. മാളൂനെയും കൊണ്ട് ഉണ്ണിക്ക് പോലും അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഏതായാലും അച്ഛന് മോള് കല്യാണ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ, ഇനി എപ്പോഴാ അതൊക്കെ പിടിക്കപ്പെടുന്ന അറിയില്ല. ഈ വീടിന് ചുറ്റും അവരൊക്കെ താമസിക്കുമ്പോ ആകെ ഉള്ളൊരു ആദ്യം അത് മാത്രമാ. പിന്നെ ഡോക്ടർക്ക് സ്വസ്ഥമായിട്ട് ഇങ്ങോട്ട് വരാനും പറ്റില്ല, കാർത്തൂനാണെങ്കിൽ അങ്ങോട്ട് പോകാനും. അതിനുമ്പ് എല്ലാം കലങ്ങി തെളിഞ്ഞാൽ മതിയായിരുന്നു. നീ ആ ലൈറ്റ് ഓഫ് ചെയ്യ്, കിടക്കാം. തലയിൽ തൊട്ട് സത്യം ചെയ്തിട്ട് മനഃപൂർവ്വം കള്ളങ്ങൾ ചെയ്യുന്നതല്ല. എന്റെ അച്ഛൻ പാവോ, നിരപരാധിയാ, അതുകൊണ്ട് തെറ്റ് ചെയ്യുവാ. ആ കാർത്തുമോളെ, അച്ഛനെ ഉറങ്ങിയില്ലേ? മോളുടെ വിളി വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഉറങ്ങിയില്ല. ഉറക്കം വന്നില്ല എന്ന് പറയുന്നതാവും ശരി. ഞാൻ ഫോട്ടോ ഒക്കെ അയച്ചു തന്നത് കണ്ടായിരുന്നോ? എല്ലാം കണ്ടു. ചടങ്ങൊക്കെ ഗംഭീരമായിരുന്നോ? പിന്നെ എല്ലാവരും ഒത്തുകൂടിയ കല്യാണമല്ലേ. ആകെ ഇല്ലാതിരുന്നതേ സാറിന്റെ ഏട്ടനും ഏട്ടത്തിയോ. അവരെന്തിനാ വരുന്നത്? താലി കെട്ടുന്ന സമയത്ത് ചെറുക്കനെയും പെണ്ണിനെ ആശീർവദിക്കാത്തവരൊന്നും ആ ചടങ്ങിൽ പങ്കെടുക്കാത്തത് നല്ലത്. ആ, മോള് ഹാപ്പിയായിരുന്നോ? അത് പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ അച്ഛാ? മാളും ഉണ്ണിയേട്ടനും എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരല്ലേ. ഇനി എന്തെങ്കിലും ഇതുപോലൊരു ചടങ്ങിന് അച്ഛനെ പങ്കെടുക്കാൻ പറ്റുമോ? അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നന്നായി നമുക്ക് പ്രാർത്ഥിക്കാം, ചിലപ്പോ നടന്നേക്കും. ഇനിയിപ്പോ നാളെ അവര് വിരുന്നിന് വരുമായിരിക്കും മോളുടെ വീട്ടിലേക്ക് അല്ലേ? വിളിച്ചിട്ടുണ്ട്, വരും. രാവിലെ എഴുന്നേറ്റ് എല്ലാം ഒരുക്കണം. എന്നാ കിടന്നോ? വേണ്ട, ഇത്തിരി നേരം കൂടി സംസാരിക്കാം. എന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി അച്ഛൻ കാത്തിരുന്നതല്ലേ.
ശരിയപ്പോ ഞാൻ വിളിച്ചോളാം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണേ. ആരോടാ സംസാരിച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? ആരോടാ താൻ സംസാരിച്ചേന്ന്? അത് പിന്നെ കണ്ണേട്ടനോടാ. അർദ്ധരാത്രി കഴിഞ്ഞ നേരത്താണോ കണ്ണേട്ടനെ വിളിക്കുന്നത്? അത് പിന്നെ ഞാൻ ദുസ്വപ്നം കണ്ടു കണ്ണേട്ടനെ പറ്റി. അതുകൊണ്ടാ പെട്ടെന്ന് വിളിച്ചത്. താനിപ്പോ ഏത് നേരം ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്നുണ്ടല്ലോ. എന്നും കണ്ണേട്ടനോട് ഇങ്ങനെ സംസാരിക്കാറുണ്ടോ? എന്നൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും മനസ്സിലൊരു പേടി തോന്നിയാ കണ്ണേട്ടനെ വിളിക്കും. അത് കണ്ണേട്ടന്റെ ഉറക്കം കെടുത്തില്ലേ? എനിക്ക് ലോകത്ത് ഉറക്കത്തിലായാൽ പോലും ശല്യം ചെയ്യാവുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അതെന്റെ കണ്ണേട്ടനാ. അത് ശരി. നമ്മളൊക്കെ അതിനും പുറത്തല്ലേ. ഈ ഭർത്താവിനും ഭാര്യയ്ക്കും ഇടയില് ഒരു തർക്കമുണ്ട്. അച്ഛനാണോ ഭർത്താവാണോ മുന്നിൽ എന്നൊരു തർക്കം. അവിടെ അച്ഛനായിരിക്കും ഒരു പടി മുന്നില്. ഇവിടെ തനിക്ക് ഏട്ടനും അച്ഛനും ഒക്കെ കണ്ണേട്ടനല്ലേ. ഒരു പക്ഷേ ഒരച്ഛൻ തരുന്നതിനേക്കാളും സ്നേഹം തന്നു വളർത്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് ചോദിക്കുന്നതിൽ അർത്ഥമില്ലെന്നറിയാം. എന്നാലും ചോദിക്കുക. എന്നെക്കാളും എത്ര മുകളിലാ കാർത്തുവിന്റെ മനസ്സിൽ കണ്ണേട്ടന്റെ സ്ഥാനം? അങ്ങനെയൊന്നും ഇല്ല സാർ. രണ്ടുപേരെയും രണ്ട് രീതിയിലാണ് ഞാൻ സ്നേഹിക്കുന്നത്. കണ്ണേട്ടൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏട്ടനാ. അതുപോലെ തന്നെ സാറും എന്റെ ജീവനാ. എങ്കിൽ ജീവൻ എടുക്കുന്ന പ്രവൃത്തികൾ ഇനി ചെയ്യരുത്. ആ പേരുള്ളവനെ വിളിക്കരുത് ജീവനെ. എന്നും പറഞ്ഞല്ലേ ഇപ്പൊ ഓടി വന്നത്. എന്നിട്ട് എന്തായി? വല്ലതും പിടിക്കാൻ പറ്റുമോ? അങ്ങനെ പിടിക്കരുതേ എന്നാണ് എന്റെ ആഗ്രഹം. പിടിക്കപ്പെട്ട് കഴിഞ്ഞാ നമ്മൾ തമ്മിൽ അകലും. അതൊരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് സംസാരിക്കുമ്പോഴും അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞു പോകുമ്പോഴും അയാളെ വിളിക്കുന്നില്ല, കാണുന്നില്ല എന്നറിയുന്നതാണ് എന്റെ സന്തോഷം. മറിച്ചാണ് കാര്യങ്ങളെങ്കിൽ അതെല്ലാ കുടുംബങ്ങളെയും ബാധിക്കും. അത് പറഞ്ഞപ്പോഴെന്താ മുഖത്തൊരു ഭയം പോലെ? എനിക്കൊരു ഭയമില്ല. സാറെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെന്ന് ഞാൻ ഓർക്കുമായിരുന്നു. പറയുന്നത് തുറന്നു പറയണം. ഇനിയിപ്പൊ താൻ തെറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയാ പറയുന്നത്. നമ്മളിപ്പോ അച്ഛനെ കുറിച്ചും ഭർത്താവിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചു. കാലം തെറ്റി വന്ന ഒരു അച്ഛനാണ് ഈ ജീവൻ എന്ന് പറയുന്നവൻ. അയാൾക്കൊരിക്കലും തന്റെ മനസ്സിൽ സ്ഥാനം നേടേണ്ട കാര്യമില്ല. നമുക്കിപ്പോ ഉള്ളൊരു പോരായ്മ നമുക്കിടയിൽ ഒരു കുഞ്ഞില്ല എന്നുള്ളതാ. എല്ലാവരും നമ്മുടെ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുവാ. എന്നാ അതിനെപ്പറ്റിയൊന്നും അല്ല സാറിപ്പോ ഏതു നേരവും സംസാരിക്കുന്നത്. ഈ വിഷയമാ. ഇതാണെങ്കിൽ എനിക്ക് ഒട്ടും കേൾക്കാൻ താല്പര്യമില്ലാത്ത കാര്യമാ. സാറ് വന്ന് കിടക്കാൻ നോക്ക്.
പവിത്രേ, സ്വർണമെല്ലാം കൂടെ കൊണ്ട് ബാങ്കിൽ വെക്കാൻ കൊച്ചിനോട് പറയണം. ഇപ്പൊ ഒരുപാട് കള്ളന്മാരുള്ള കാലവാ. ഇന്നലെ ജനലിൽ ടോർച്ചടിക്കുന്ന കണ്ടായിരുന്നു. ഇനിയിപ്പൊ കരുണനാണോന്നും അറിയാൻ മേല. അമ്മ ഒന്ന് ചുമ്മാതിരിക്കാമേ. മരിച്ചവര് വന്ന് ടോർച്ചടിക്കോ? അവൻ ജീവിച്ചിരുന്നപ്പോഴേ ഒരു എറണം കെട്ടവനായിരുന്നു. പിന്നെ മരിച്ചാലുള്ള അവസ്ഥ പറയണോ? ആ വിശ്വേട്ടൻ മാമിയെ കാണാൻ പോയിട്ട് എന്തോ കണ്ട് പേടിച്ചതാ. അല്ലെങ്കിൽ കരുണമാമയെ കൊന്നവർ ഈ വീടിനകത്തുണ്ട്. പിന്നെ കണ്ണേട്ടനുൾപ്പെടെ എല്ലാരും കൊല്ലാനായിട്ട് നടന്നതാ. അവരുടെ ആരുടെയും മുന്നിലേക്ക് വരാതെ അങ്ങേരുടെ അടുത്ത് തന്നെ പ്രേതം എത്തുവോ? പൈസയ്ക്ക് ഒരുപാട് ആർത്തിയുള്ള കൂട്ടത്തിലാ കരുണൻ. അവന്റെ പൈസ എല്ലാം അടിച്ചു മാറ്റിയത് ഈ വിശ്വന. ആ ദേഷ്യത്തിന് ചിലപ്പോ പേടിപ്പിച്ചതാകാനും മതി. ആഹാ, മോളോ അതിരാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞോ? ആശയിലേ ഇല്ലായിരുന്നോ? ഇപ്പൊ കുറച്ചു നാളായിട്ട് എഴുന്നേക്കും. അതൊക്കെ കാർത്തു. ഒരു 4:30-5 മണിയാകുമ്പോ എഴുന്നേറ്റ് അടുക്കളയിൽ കയറും. എത്ര വൈകി കിടന്നാലും. ചേച്ചി വീട്ടിൽ വന്ന് നിൽക്കുമ്പോ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു എഴുന്നേക്കുന്നത്. പിന്നെ കല്യാണമായതുകൊണ്ട് അമ്മ മിക്ക ദിവസവും 6 മണിക്ക് മുന്നേ എഴുന്നേൽപ്പിക്കായിരുന്നു. ഇവിടെ അങ്ങനെ എഴുന്നേക്കൊന്നും വേണ്ട കേട്ടോ. കടയിലേക്ക് പലഹാരമൊക്കെ കൊണ്ടുപോകേണ്ടതുകൊണ്ട് ഞാനൊരു 4 മണിയാകുമ്പോഴത്തേക്ക് എഴുന്നേക്കും. 6 മണിയാകുമ്പോ എല്ലാം റെഡിയാവും. എനിക്കൊന്ന് കടയിലൊക്കെ വന്ന് നിൽക്കണമെന്നുണ്ട്. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. അത് മോശമല്ലേ? പവിത്രയിടത്തേക്കും കാർത്തു വെച്ചിക്കൊക്കെ നിക്കാങ്കി പിന്നെ എനിക്കെന്താ നിന്നാ അതൊക്കെ ഒരു രസമല്ലേ? അമ്മ പറയുന്നത് കേട്ടായിരുന്നു, കണ്ണേട്ടന് വലിയൊരു ഹോട്ടലിട്ട് തരണമെന്ന്. ആണോ? ഇപ്പൊ തന്നെ ഒരുപാട് സഹായം ചെയ്തു തന്നു മോളെ. ഇനി അതിന്റെ കൂടെ അതൊന്നും വേണ്ട.